സാമ്പത്തിക സാങ്കേതിക രംഗങ്ങളിൽ മാത്രമല്ല സൈനികമായും അമേരിക്കയെ മറികടന്ന് ലോക വൻശക്തിയാകാനുള്ള കഠിന യത്നത്തിലാണ് ചൈന. എല്ലാ അർത്ഥത്തിലുമുള്ള വൻശക്തിയായി ചൈന എന്നോ മാറിക്കഴിഞ്ഞതാണ്. US അടക്കി വാഴുന്ന ലോകക്രമം എന്ന് ചൈനയുടെ കാൽക്കീഴിലാകുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അത്രയും വേഗത്തിലും ചടുലതയിലുമാണ് ഓരോ രംഗത്തും അവർ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയിൽ നെഞ്ചിടിപ്പേറ്റുന്ന ഒരു വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ടത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ആസ്ഥാനത്തിന്റെ നിർമ്മാണം ചൈനയിൽ പുരോഗമിക്കുന്നുവെന്നതായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ കേന്ദ്രമായ അമേരിക്കയുടെ സ്വന്തം പെന്റഗണിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള വൻ സൈനിക സമുച്ചയമാണ് വരുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അഥവാ PLAയുടെ ആസ്ഥാനമാകാൻ പോകുന്ന ബീജിംഗ് മിലിറ്ററി സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭീമൻ മിലിറ്ററി കമാൻഡ് സെന്ററിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഏകദേശം 1500 ഏക്കറോളം വിസ്തൃതിയിലാണ് കെട്ടിട സമുച്ചയം പണിതുകൊണ്ടിരിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്താണ് ഈ വമ്പൻ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിടുന്നത്. ആഗോളതലത്തിൽ ഒന്നാമത്തെ സൈനിക ശക്തിയായി മാറാനുള്ള ചൈനയുടെ ദീർഘകാല പദ്ധതിയിലെ നിർണായക ഘട്ടമായാണ് ഇതിനെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. 2024 മധ്യത്തോടെ പ്രദേശത്ത് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ അത്യാധുനികമായ സജ്ജീകരണങ്ങളോടെയാണ് പുരോഗമിക്കുന്നത്. ആണവാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുക്കാൻ ശേഷിയുള്ള ഭൂഗർഭ ബങ്കറുകളും അത്യാധുനിക കമാൻഡ് സെന്ററുകളും കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുണ്ട്. ബീജിംഗിന് ഏകദേശം 30 കിലോമീറ്റർ അകലെ കിങ്ലോക്ക് തടാകത്തിന് സമീപമാണ് ഈ സൈനിക നഗരം ഉയരുന്നതെന്നാണ് വിവരം. 1950കളിൽ നിർമ്മിച്ച പഴയ PLA ആസ്ഥാനം വെസ്റ്റേൺ ഹിൽസ് കമാൻഡ് സെന്ററിൽ നിന്ന് അടിമുടി മാറ്റങ്ങളോടെയാണ് പുതിയ കേന്ദ്രം നിർമ്മിക്കുന്നതെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. സൈനിക ആസ്ഥാനത്ത് നടക്കുന്ന വിപുലമായ നിർമ്മാണ പ്രവൃത്തികളുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളും പുറത്തുവിട്ടു. ഈ മിലിറ്ററി കോംപ്ലക്സിന് 6 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ടെന്നാണ് വിവരം. 6 ലക്ഷം ചതുരശ്ര മീറ്ററാണ് പെന്റഗണിന്റെ വലുപ്പമെന്നും ഓർക്കണം. അടുത്തിടെ ഇറാന്റെ ഭൂഗർഭ ആണവ താവളങ്ങൾ ആക്രമിക്കാനായി അമേരിക്ക പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബർ പോലുള്ള ഡീപ് പെനട്രേറ്റിംഗ് ബോംബുകളെ ചെറുക്കാനുള്ള സന്നാഹങ്ങളോടെയാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൂമിക്കടിയിലെ എത്ര ശക്തമായ ബങ്കറുകളെയും തകർക്കാൻ ശേഷിയുള്ളതാണ് GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന ബോംബർ. എന്നാൽ അതിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള സജ്ജീകരണങ്ങളാണ് ചൈനീസ് മിലിറ്ററി ആസ്ഥാനത്തൊരുങ്ങുന്നത്. ആണവ യുദ്ധം ഉൾപ്പെടെയുള്ള എത്ര വലിയ സൈനിക ഓപ്പറേഷനും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് വിവരം. അത്തരം ഘട്ടങ്ങളിൽ ചൈനീസ് പ്രസിഡന്റും സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാനുമായ ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ളവരെ പാർപ്പിക്കുക ഈ അതീവ സുരക്ഷാ കേന്ദ്രത്തിലാകും. സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് വമ്പൻ ഗർത്തങ്ങൾ വ്യക്തമാണ്. ഇതിൽ നിന്നാണ് അണ്ടർഗ്രൗണ്ട് ബങ്കറുകളാണ് നിർമ്മിക്കുന്നതെന്ന നിഗമനത്തിൽ പ്രതിരോധ വിദഗ്ധർ എത്തിയിരിക്കുന്നത്. ബങ്കറുകളുടെ ആഴം ഇപ്പോഴും അജ്ഞാതമാണെങ്കിലും യുദ്ധകാലത്ത് ചൈനീസ് സൈന്യത്തിന്റെ നീക്കങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന കമാൻഡ് സെന്ററായി പ്രവർത്തിക്കാൻ ഇതിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ വമ്പൻ മിലിറ്ററി സെന്റർ നിർമ്മാണം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. വലിയൊരു യുദ്ധസന്നാഹത്തിന്റെ ഭാഗമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തായ്വാനുമായി വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. അതേസമയം ചൈനീസ് ഭരണകൂടമോ സൈന്യമോ ഈ വമ്പൻ പദ്ധതിയെക്കുറിച്ച് ഇതുവരെയും ഔദ്യോഗിക തലത്തിൽ പ്രതികരിച്ചിട്ടില്ല. പുതിയ നീക്കത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് അമേരിക്കയിലെ ചൈനീസ് നയതന്ത്ര കാര്യാലയം പ്രതികരിച്ചിട്ടുള്ളത്. അതീവ രഹസ്യമായാണ് ബീജിംഗ് മിലിറ്ററി സിറ്റിയുടെ നിർമ്മാണം മുന്നോട്ടു പോകുന്നത്. മേഖലയിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനുമെല്ലാം വിലക്കുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത് വച്ചാണ് സങ്കല്പിക്കാനാവുന്നതിനും അപ്പുറത്തുള്ള വലിയ പദ്ധതികളെന്തോ അണിയറയിൽ ഒരുങ്ങുന്നതായി പലരും സംശയിക്കുന്നത്. 2027 നടക്കാനിരിക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പുതിയ ആസ്ഥാനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് പദ്ധതിയെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുമുണ്ട് ചൈന. അപ്പോഴേക്കും തായ്വാനെ ആക്രമിക്കാനുള്ള എല്ലാ പ്രതിരോധ സന്നാഹങ്ങളും സജ്ജമാക്കണമെന്ന് ഷീ ജിൻപിങ് PLAയോട് ഉത്തരവിട്ടതായി US ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. ചൈനീസ് സൈന്യം ധൃതി പിടിച്ച് ആണവായുധ ശേഖരം വിപുലമാക്കുന്നതായുള്ള റിപ്പോർട്ടുകളും ഇതിനോട് ചേർത്ത് വായിക്കണം.